ഭഗവാനെ ഈശ്വര, നല്ലത് ചെയ്താൽ നല്ലത് കിട്ടണേ. എന്താടാ സഞ്ചിയില്ലേ ബുക്കാ? ഓ, എൻ്റെ പിള്ളേർക്കല്ലേ? മാറ്റാ അവിടെ നിന്ന് സെക്രട്ടറിയുടെ അവിടെ ലാഭമുണ്ട്. പിന്നെ പോലീസിൻ്റെ ഒരു സംഭവം ഉണ്ടല്ലോ അവിടെ, എന്താ മനസ്സ്, അവിടെയും ലാഭമായിട്ട് തന്നെ കൊടുക്കുന്നത്. സൊസൈറ്റി KAP കേരള പോലീസിൻ്റെ മറ്റേ അത് സെക്രട്ടേറിയറ്റിൻ്റെ ആയതുകൊണ്ട്. നീ എവിടുന്ന് വാങ്ങിച്ചത്? ഓ, അങ്ങറ്റം വരെ പോകാൻ പയ്യേ, നന്ദാവനം വരെ പോകാൻ ഇവിടുന്ന്. പിന്നെ വേറെ എന്തിന്? കാലവർഷത്തിന് വരാതിരിക്കാൻ പറ്റില്ലല്ലോ. കാലവർഷമാകുമ്പോൾ കാലവർഷം വരും, കാലവർഷം പോകും. പിന്നെ ഇതിൻ്റെ ഇടയിൽ കൂടെ തോട് നിറയും, ആറ് നിറയും, ഓട നിറയും, അതൊക്കെ നിറയും. അതൊക്കെ സ്വാഭാവികമല്ലേടാ. ഇപ്പോൾ ഇവിടെ ഈ വിദേശ എന്തിരുന്നാ പറയും, വിദേശമെന്ന് തന്നെ പറയല്ലേ. വിദേശത്ത് മുഞ്ചാനല്ലേ സമയമുള്ളൂ ഓരോരുത്തർക്ക്. ഇവിടുത്തെ കാര്യം നോക്കാൻ സമയമില്ലല്ലോ. ഇന്ന് കണ്ടില്ലേ പാലക്കാട്, അടിയോടടി നായടി വേയടി. അന്തരം എന്തര കിഴന്ന് പറഞ്ഞാലേ ചീത്തയാണ് കേട്ടോ. ഇവിടെ നമ്മളെ മലയാള വാക്യത്തിന് ഒരു ഇതുമില്ല. എന്നെ തന്നെ 1-2 പേരെ വിളിച്ച് പറഞ്ഞു ഇത് മറ്റേ ഓളി എന്ന് പറഞ്ഞാൽ ചീത്തയല്ലേ എന്ന്. ഞാൻ പറഞ്ഞു ഏതെങ്കിലും ഗ്രന്ഥത്തിൽ ഉണ്ടെങ്കിൽ എടുത്തോണ്ട് വാ, എന്നിട്ട് എൻ്റെ പേരിൽ കേസ് കൊടുന്ന് പറഞ്ഞു. ഡവറേ ഓളിന്ന് ഞാൻ വേറിട്ടേന്. അങ്ങനെ ഉള്ള ബുദ്ധിജീവികൾ ഉള്ളപ്പോൾ നമ്മൾ മിണ്ടാതെ ഇരിക്കുന്നതാണ് നല്ലത് മണിയ. ആവശ്യമില്ലാതെ നമ്മൾ മഴ വരികയെ മഴ പോവുകയെ എന്തൊരു ഗുണലേട്ട്. പിന്നെ കഞ്ഞിയാ? കഞ്ഞി എങ്കിൽ കഞ്ഞി. രാത്രി കഞ്ഞിയാണ് നല്ലത്. രാവിലെ എറിഞ്ഞ് തൂറാം. പീടിയൊന്നും വലിക്കണ്ട, ചെന്നിരുന്ന് കൊടുത്താൽ മതി. അയ്യോ, എടാ അതൊക്കെ ഈ രാഷ്ട്രീയ ഇതെന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും അച്ചയും മച്ചേനും ഈ നമ്മളെ ഓമ്പിക്കാൻ വേണ്ടിയാണ് ഓരോ സംഭവങ്ങളൊക്കെ പറയണത്. ഇപ്പം കോൺഗ്രസ് തന്നെ ഇരിക്കണം, 5 പേര് ഉടുപ്പും തച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രിയാവാൻ അടുത്ത ഇത്. പിന്നെ നമ്മളെ കണ്ടട കുന്തത എന്തര ഒരു ബോധം എന്ന് പറയില്ല മറ്റങ്ങേരി വക്കീല്. അങ്ങേര് വിചാരിച്ചിരിക്കുന്ന ഇതോടുകൂടി ഈ മേലെല്ലാം തീരണം. കാര്യം കോടികളൊക്കെ വിദേശത്തായി എന്ന് ഞാൻ പറഞ്ഞതല്ല, ന്യൂസിൽ കൂടെ കണ്ടതാണ്. ഇനി എൻ്റെ പറണ്ട. ഇതൊക്കെ തന്നെടാ ഇവിടെ കേരളം. അതാണ് ക്ലച്ച് പിടിക്കാത്തത്. കഴിവുള്ള ആൾക്കാരെ ഇരുത്തൂല്ല. IAS ആയാലും IPS ആയാലും എന്തരായാലും. ഇപ്പോൾ പോലീസിൽ തന്നില്ലേ കുറേ എണ്ണം. അതിൽ പോലീസിലുള്ള ഇന്ന് എന്തര കാര്യമൊക്കെ എടുത്ത് കളഞ്ഞ് 20 ലക്ഷം രൂപ എന്തര കൈക്കൂലി. ഞാൻ പറഞ്ഞില്ലേ, ഇതിനകത്ത് സത്യസന്ധമായി ആത്മാർത്ഥമായി ജോലി ചെയ്യുന്ന എത്രയോ പോലീസ് ഓഫീസർമാരുണ്ട്. കോൺസ്റ്റബിൾമാർ, അവരാണ് വെയിലും കൊണ്ട് അടിയും കൊണ്ട് കട്ടയും പൊടും മടങ്ങി കിടക്കുന്നത്. മോളിൽ ഇരിക്കണവനൊക്കെ അത് കുറച്ച് ആൾക്കാരേ ഉള്ളൂ കേട്ടോ. യുവമാരെയൊക്കെ ചാവട്ടി ഒതുക്കി മയിലങ്ങ് നീക്കണം. എവിടെ നീക്കാൻ? മയിലും നീക്കും. യുവമാരല്ലേ വിളിച്ച് പറയണത് അവനെ കൊന്നിട്ട് വാ, എവൻ്റേത് ഇത്രയും മാറ്റുണ്ട് വാ, 20 കിട്ടിയ 10 എനിക്ക് താ, 10 നീ എടുത്തോ. അയ്യോ, ശൂലം കുത്തിയ രാജ്യത്ത് കുണ്ണ കുത്താതിരുന്നാ മതി എൻ്റെ അമ്മേ, മതിയടാ. ഭഗവാനെ ഈശ്വര, നല്ലത് ചെയ്താൽ നല്ലത് കിട്ടണേ.